ഇന്ന് ടെസ്റ്റിമോണിയൽസിൽ നമ്മുടെ കീമ സമോസ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫോട്ടോ അയച്ചിരിക്കുന്നു സമന്ത വീട്ടിൽ ഈ സമോസസ് ഉണ്ടാക്കിയിട്ട് സ്റ്റാർ ആയെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്താൽ മറക്കാതെ ഫോട്ടോ അയക്കണം. എൻ്റെ ഇമെയിൽ അഡ്രസ് recipesarsimple@gmail.com. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാറാണ്. അലാം അടിക്കാൻ വൈകിപ്പോയി, എന്നാലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ്ട് പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ക്ഷണപരയെന്ന് ആവുന്ന ഒരു സാമ്പാർ, അല്ലെങ്കിൽ ബാച്ചിലേഴ്സിനും പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബാച്ചിലേഴ്സ് സാമ്പാർ. ഈ സാമ്പാറിൽ നമ്മൾ ചുവന്നുള്ളിയും പൊട്ടാറ്റോസും മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. എന്നാലും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല രസം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അലാം അടിച്ചിട്ടും സ്നൂസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഉറങ്ങിപ്പോകാറില്ല ഇടയ്ക്ക്. അങ്ങനത്തെ ദിവസം ഓർത്ത് വെക്കണം ഈ റെസിപ്പി. പിന്നെ ഇതിൽ നമ്മൾ സാമ്പാർ പൊടി കടയിൽ നിന്ന് മേടിക്കുന്ന സാമ്പാർ പൊടി തന്നെയാണ് മേടിക്കുന്നത്. എല്ലാവർക്കും അവരുടേതായ ഫേവറേറ്റ് ബ്രാൻഡ്സ് ഉണ്ടാവും. എല്ലാവരും വാങ്ങിച്ച് വെക്കുന്ന ഒരു ഐറ്റമാണ് സാമ്പാർ പൊടി. നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം, പക്ഷേ എളുപ്പത്തിന് വേണ്ടി നോക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാനിപ്പോൾ കുറേ നാളായിട്ട് കേരള കിച്ചൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഫേവറേറ്റ് ബ്രാൻഡിൻ്റെ പേര് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് നമ്മുടെ പുളിവെള്ളം ഉണ്ടാക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ നല്ല കട്ടിയുള്ള ടാമറിൻഡിൻ്റെ പൾപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വയ്ക്കാം. ഇനി നമ്മളൊരു ചെറിയ പ്രഷർ കുക്കറാണ് എടുക്കുന്നത്. വളരെ കുറവ് അളവിൽ ഉണ്ടാക്കാൻ, എളുപ്പത്തിൽ ഹാൻഡിൽ ചെയ്യാൻ ചെറിയ പ്രഷർ കുക്കർ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിലേക്ക് 1/4 കപ്പ് തൂരപ്പരിപ്പ് ഇട്ട് പ്രഷർ കുക്കറിൽ തന്നെ വെച്ച് കഴുകി ആ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് എന്ന് പറഞ്ഞാൽ 240 ml അളവാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് പ്രഷർ കുക്കർ അടയ്ക്കാം. അടുപ്പിൽ വെച്ച് ആവി വന്ന് തുടങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് ഒന്ന് മീഡിയം തീയിൽ വെച്ച് കുക്ക് ചെയ്യണം. 1 സ്റ്റീം കേട്ടാൽ മതി. അതിനുശേഷം പൈപ്പിൻ്റെ അടിയിൽ വെള്ളത്തിൻ്റെ അടിയിൽ പിടിച്ച് ഇതൊന്ന് തണുപ്പിക്കാം, എന്നിട്ട് തുറക്കാം. ഇനി നമ്മൾ എളുപ്പത്തിന് ഈ കോണ്ടൻസ് മുഴുവൻ ഒരു ചെറിയ ബൗളിൽ ഒഴിക്കാം. കുറച്ച് പരിപ്പ് ബാക്കിയുണ്ട് കുക്കറിൽ. ആ പരിപ്പിലേക്ക് ആ വെള്ളം തിരിച്ച് റിട്ടേൺ ചെയ്ത് കൂടുതൽ ഭാഗം പരിപ്പ് നമ്മൾ ആ ബൗളിൽ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പരിപ്പ് കുറച്ച് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമുക്ക് നമ്മുടെ ചുവന്നുള്ളിയും പൊട്ടാറ്റോസും ആഡ് ചെയ്യണം. ഇവിടെ ഒരു 8-10 ചുവന്നുള്ളി നന്നാക്കിയിട്ടുണ്ട്. അത് മുഴുവനോടുകൂടിയാണ്. പിന്നെ 2 വലിയ പൊട്ടാറ്റോസ് വലിയ കഷ്ണങ്ങളായിട്ട് ചോപ്പ് ചെയ്തത്. ഇതെല്ലാം കൂടി ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ശകലം ഉപ്പും കൂടി കൂടുതൽ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. 2-3 കഷ്ണം വെണ്ടയ്ക്ക, ക്യാരറ്റ്, അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. ഇനി കുക്കർ പിന്നെയും കൂട്ടാം. സ്റ്റീം വന്നതിന് ശേഷം വെയിറ്റ് വെക്കാം. എന്നിട്ട് പിന്നെയും 1 സ്റ്റീം കേൾക്കുന്നവരെ കുക്ക് ചെയ്താൽ എടുത്താൽ മതി. നേരത്തെ പോലെ തന്നെ പൈപ്പിൻ്റെ അടി പിടിച്ച് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് തുറക്കാം. വീണ്ടും അടുപ്പത്ത് വെച്ച് ചൂടാക്കി തിളപ്പിക്കണം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് പാകത്തിന് പുളിവെള്ളം ഉണ്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1 മുതൽ 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി. സാമ്പാർ പൊടിയുടെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. ചില സാമ്പാർ പൊടിക്ക് നല്ല എരിവായിരിക്കും. സാമ്പാർ പൊടിയുടെ കൂടെ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കേണ്ടതാണ്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് ഒന്ന് കട്ടിയായി വരണം നമ്മുടെ സാമ്പാർ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കുറച്ച് കറിവേപ്പില, 2 ഉണക്കമുളക് പൊട്ടിച്ചത്, ഇതാ ഉണക്കമുളകും കറിവേപ്പിലയും നല്ല ബ്രൈറ്റ് കളറാവണം. അതിലേക്ക് 1/2 ടീസ്പൂൺ പച്ചക്കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേഗം തന്നെ നമ്മുടെ സാമ്പാറിന് മുകളിൽ ഒഴിക്കാം.
ഏറ്റവും അവസാനം നമ്മുടെ മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം, ഒരു 3 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മുടെ നല്ല എളുപ്പത്തിലുണ്ടാക്കുന്ന നല്ല ടേസ്റ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് സാമ്പാർ അല്ലെങ്കിൽ ബാച്ചിലർ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ എണീക്കാൻ വൈകുന്ന ദിവസങ്ങളും പെട്ടെന്ന് ഉണ്ടാക്കാൻ വല്ലതും ആവശ്യമുള്ള ദിവസങ്ങളിൽ ഈ റെസിപ്പി ഒന്ന് ഓർത്തു വെക്കും. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഫ്രം ഷാന.